എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ 4ാമത്തെ ക്ലാസ് റൂമാണിത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ സബ്ഷെല്ലുകളെ കുറിച്ച് പറഞ്ഞു, അതുപോലെ നമ്മുടെ ക്രോമിയം അതുപോലെ കോപ്പർ രണ്ട് എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ പെക്യുലിയറിറ്റിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് സൂചിപ്പിക്കുന്ന ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അതായത് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന രീതിയെക്കുറിച്ചൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി. ഇനി നമുക്ക് അതിന് പീരിയോഡിക് ടേബിളുമായിട്ടുള്ള റിലേഷൻ എന്താണെന്ന് പരിശോധിക്കാം. ഓക്കെ, നമുക്ക് പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ അറിയാം, എലമെൻസിനെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഓർഡേർഡ് അറേഞ്ച്മെൻറ്റോട് കൂടി നമുക്ക് എലമെൻസിനെ കാണാൻ സാധിക്കുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ കെമിസ്ട്രിയുടെ ബേസിക് ടൂൾ എന്ന് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളൊരു പീരിയോഡിക് ടേബിൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എലമെൻസിനെ പ്രധാനപ്പെട്ട 4 ബ്ലോക്കുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് മനസ്സിലാക്കാം. നമ്മൾ കാണുന്നുണ്ടല്ലോ, അതായത് എസ് ബ്ലോക്ക് എലമെൻസ് എന്നിവിടെ കാണാം, അതുപോലെ തന്നെ പി ബ്ലോക്ക് എലമെൻസ്, അതുപോലെ തന്നെ ഡി ബ്ലോക്ക് എലമെൻസ്, അതുപോലെ തന്നെ എഫ് ബ്ലോക്ക് എലമെൻസ്. ഇങ്ങനെ 4 ബ്ലോക്കുകളായി നമ്മൾ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിനെ 4 ബ്ലോക്കുകളായി തരംതിരിച്ചിരിക്കുന്നത്, അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ഈ ബ്ലോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ ബ്ലോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവിടുത്തെ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലേക്കാണോ എൻ്റർ ചെയ്യുന്നത്, ആ സബ്ഷെല്ലിൻ്റെ പേരാണ് നമ്മുടെ ബ്ലോക്കിന് പേരായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ബ്ലോക്കിലായിരിക്കും ആ ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് ഉൾപ്പെടുന്നത്. അപ്പം നമുക്ക് ചില പോയിന്റ്സ് ഇതുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നു, ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ എലമെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 ബ്ലോക്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ എത്ര ബ്ലോക്കുകളാണുള്ളത്? അവിടെ 4 പ്രധാനപ്പെട്ട ബ്ലോക്കുകളുണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ എസ് ബ്ലോക്ക് എന്ന് പറയാം, അതുപോലെ പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, അതുപോലെ തന്നെ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇനി നമ്മുടെ ഈ ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതായത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു പീരിയോഡിക് ടേബിളിലുള്ള എലമെൻസിനെ 4 ബ്ലോക്കുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ബ്ലോക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞു, അത് നമ്മുടെ പോയിന്റ്സിൽ കാണാൻ പറ്റും. ബ്ലോക്ക് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? സബ്ഷെൽ ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് എൻറ്ററിങ്. അതാണ് ബ്ലോക്ക് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഭാഗങ്ങളിലെല്ലാം ഓരോ ബ്ലോക്കുകളെ കുറിച്ചാണ് നമ്മൾ വിശദമായി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഈ ഒരു ലെവലിൽ വളരെ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻസ് മാത്രമാണ്. ഓരോ ബ്ലോക്കുകളെ കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് +1 +2 ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. നമ്മൾ ഈ ഒരു അറിവോടുകൂടി വേണം +1 +2 ക്ലാസ്സുകളിലേക്ക് പോകേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യം എസ് ബ്ലോക്കിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ മനസ്സിലാക്കിയാലോ? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന പീരിയോഡിക് ടേബിളിൻ്റെ ഒരു പോർഷനുണ്ട്, എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നുള്ളൊരു ഹെഡിങ് നമുക്കിവിടെ കാണാം. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ എസ് ബ്ലോക്ക് എലമെൻറ്റ്സിനെയാണ് ഈ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവിടെ ഏതൊക്കെ എലമെൻറ്റ്സ് വരുന്നുണ്ട്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം, അതുപോലെ ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം ആൻഡ് റേഡിയം. ഇത്രയും എലമെൻറ്റ്സ് നമ്മുടെ എസ് ബ്ലോക്കിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, ഞാൻ ഹൈഡ്രജൻ വായിച്ചില്ലല്ലോ, ഇനി വിട്ടുപോയതാണോ എന്ന്. കാരണമുണ്ട്. ഹൈഡ്രജൻ എന്ന് പറയുന്ന ആൾ നമുക്കൊരിക്കലും ഒരു എസ് ബ്ലോക്ക് എലമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. ഇതൊരിക്കലും എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ വരുന്ന ഒരാളല്ല. ഓക്കെ, പകരം ഹൈഡ്രജൻ എന്തുകൊണ്ട് ഇവിടെ ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നമ്മൾ ഹൈഡ്രജനെ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ അതിൻ്റെ കാര്യം ഇവിടെ പറയുന്നില്ല. ബാക്കി വരുന്ന എലമെൻറ്റ്സ്, ലിഥിയം, ഈ 2 ഗ്രൂപ്പിൽ വരുന്ന എലമെൻറ്റുകളെയാണ് നമ്മൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എന്താണ് ബ്ലോക്ക് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബ്ലോക്ക് എന്താണ് റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നത്? അതായത് നമ്മുടെ എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലേക്കാണോ എൻ്റർ ചെയ്യുന്നത്, ആ ഒരു സബ്ഷെല്ലിൻ്റെ പേരാണ് നമ്മൾ ആ ബ്ലോക്കിന് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ എലമെൻറ്റ് ഉൾപ്പെടുന്ന റീജിയന് കൊടുത്തിരിക്കുന്നത്. അതായത് ഹിയർ ദ ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻ്റർ ദ എസ് സബ്ഷെൽ ഓഫ് ദ വാലൻസ് ഷെൽ. അപ്പോൾ എസ് ബ്ലോക്ക് എലമെൻസിൻ്റെ 1ാമത്തെ പ്രത്യേകതയാണ് എന്താണ്? ലാസ്റ്റ് ഇലക്ട്രോൺസ് ആർ എൻ്ററിങ് ഇൻ ടു എസ് സബ്ഷെൽ ഓഫ് ദ വാലൻസ് ഷെൽ. ഇനി ഏതൊക്കെ ഗ്രൂപ്പുകളാണ് നമ്മുടെ എസ് ബ്ലോക്ക് എലമെൻസിൽ വരുന്നത്? പ്രധാനമായിട്ടും നമ്മൾ ഈ കണ്ടതുപോലെ ഫസ്റ്റ് ഗ്രൂപ്പ് അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റുകളാണ് നമ്മുടെ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നുള്ള പേരിൽ നമ്മൾ വിളിക്കുന്നത്. 2 ഗ്രൂപ്പുകളിൽ വരുന്ന എലമെൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഗ്രൂപ്പ് അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പ്. ഇനി നമ്മുടെ ഞാൻ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഓർക്കാൻ വേണ്ടി പറയുകയാണ്, ഹൈഡ്രജൻ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഹിയർ. ഹൈഡ്രജൻ ഈസ് നോട്ട് ആൻ എസ് ബ്ലോക്ക് എലമെൻറ്റ്. അതാരും തെറ്റിദ്ധരിക്കരുത്.
ഇനി നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം, പഠിച്ചു വയ്ക്കണം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ആൻഡ് ഫ്രാൻസിയം. അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ബെറിലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം ആൻഡ് റേഡിയം. ഇത്രയും എലമെന്റ്സ് ആണ് എസ് ബ്ലോക്കിൽ വരുന്നത്. ഇനി നമ്മൾ പറഞ്ഞു എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയിട്ടാണ് ആ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. കാരണം വാലൻസ് ഇലക്ട്രോൺസ് അവസാനിക്കുന്നത് വാലൻസ് ഷെല്ലിലുള്ള എസ് സബ് ഷെല്ലിലാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അതൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി 1-2 എക്സാമ്പിൾസ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നു, നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എലമെന്റ് എടുക്കാം, ലിഥിയം. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്, ശരിയല്ലേ? അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2 2s1 എന്ന് വരും, ശരിയല്ലേ? 1s2 2s1. അപ്പോൾ ഇവിടുത്തെ വാലൻസ് ഷെല്ല് ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. എസ് നമ്മുടെ സെക്കൻഡ് ഷെല്ലാണ്, എൽ ഷെല്ലാണ് വാലൻസ് ഷെൽ. അതിലുള്ള എസ് സബ് ഷെല്ലിലേക്ക് ഇലക്ട്രോൺ പോയിരിക്കുകയാണ്. അതുപോലെ രണ്ടാമത്തെ എലമെന്റ് ആയിട്ടുള്ള സോഡിയം നമ്മൾ എടുക്കേണ്ടത് അവിടെ കാണുന്നുണ്ടല്ലോ, സോഡിയം. സോഡിയം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ 11 ആണ്, 11 ആണ്. 1s2 2s2 2p6 3s1 എന്നാണ് അവിടെ കോൺഫിഗറേഷൻ പോകുന്നത്. നെക്സ്റ്റ് പീരീഡ് ആകുമ്പോൾ അവിടെ എന്ത് ചെയ്തു? വാലൻസ് ഷെല്ല് കൂടി, ഒന്നുകൂടി. നമുക്കറിയാമല്ലോ പീരീഡ് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരാറ്റത്തിന്റെ വാലൻസ് ഷെല്ലിനെയാണ്. ഓക്കെ, ഷെല്ലിൻ്റെ നമ്പർ എത്രയാണോ അത് തന്നെ ആയിരിക്കും അവിടുത്തെ പീരീഡ് നമ്പർ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ വാലൻസ് ഷെല്ലിലുള്ള എസ് സബ് ഷെല്ലിലേക്കാണ്, കണ്ടോ 3s ആണ്. അപ്പോൾ തേർഡ് ഷെൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എം ഷെല്ലാണ്. എം ഷെല്ലിൽ 3 സബ് ഷെല്ലുകളുണ്ട്. എസ് സബ് ഷെല്ലുണ്ട്, പി സബ് ഷെല്ലുണ്ട്, ഡി സബ് ഷെല്ലുണ്ട്. ഇതിലേത് സബ് ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺ പോയിരിക്കുന്നത്? എസ് സബ് ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺ പോയിരിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ വാലൻസ് ഷെല്ലിലുള്ള എസ് സബ് ഷെല്ലിലേക്ക് ഇലക്ട്രോൺ പോയിരിക്കുകയാണ് ഇവിടെ. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള 1-2 എലമെന്റ്സ് നമ്മൾ എടുത്തിരിക്കുന്നുണ്ട്. ഇവിടെ ബെറിലിയമാണ്, അറ്റോമിക് നമ്പർ 4 ആണ്. 1s2 2s2 കോൺഫിഗറേഷൻ ആണ്. ഇവിടെ നമുക്ക് കാണാം ലിഥിയത്തിന്റെ അതേ പീരീഡിൽ വരുന്ന എലമെന്റ് ആണ്, അതായത് സെക്കൻഡ് പീരീഡിൽ വരുന്ന എലമെന്റ് ആണ് ബെറിലിയം. സോ ഇവിടുത്തെ വാലൻസ് ഷെൽ എന്ന് പറയുന്നത് സെക്കൻഡ് ഷെല്ലാണ്, എൽ ഷെല്ലാണ്, ശരിയാണല്ലോ? അപ്പോൾ എൽ ഷെല്ലിൽ നമുക്കറിയാം 2 സബ് ഷെൽസ് വരണം. ഏതൊക്കെയാണ്? എസും വരണം, പിയും വരണം. പക്ഷേ ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ പോയിരിക്കുന്നത് ഏതിലേക്ക് മാത്രമേ ഉള്ളൂ? എസിലേക്ക് മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ബെറിലിയത്തെ എസ് ബ്ലോക്ക് എലമെന്റ് എന്ന് വിളിക്കാം. ഇനി നമുക്ക് മെഗ്നീഷ്യത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അറ്റോമിക് നമ്പർ 12 ആണ്. 1s2 2s2 2p6 3s2 എന്നാണ് കോൺഫിഗറേഷൻ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെയും നമുക്ക് വാലൻസ് ഷെല്ലായിട്ട് തേർഡ് ഷെല്ല് കാണാം. കാരണം എന്താ? തേർഡ് പീരീഡിലാണ് മെഗ്നീഷ്യം വരുന്നത്. അപ്പോൾ തേർഡ് ഷെല്ല് തന്നെയാണ് അവിടെ ഉണ്ടാകുക. 3 ഷെൽസ് അവിടെ ഉണ്ട്. അപ്പോൾ തേർഡ് ഷെല്ലിൽ നമുക്കറിയാം എം ഷെല്ലാണ്. അവിടെ എസ് പി ഡി 3 സബ് ഷെല്ലുകളുണ്ട്. പക്ഷേ പിയിലും ഡിയിലും ഇലക്ട്രോൺസ് ഒന്നുമില്ല. ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്നത് ഈ വാലൻസ് ഷെല്ലിലുള്ള എസ് സബ് ഷെല്ലിലേക്ക് മാത്രമാണ്, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെയും എസ് ബ്ലോക്ക് എലമെന്റ് എന്ന് വിളിക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കിയുള്ള എല്ലാ എലമെന്റ്സിൻ്റെയും പറ്റുന്ന മാക്സിമം എലമെന്റ്സിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ഒന്ന് പരിശോധിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടുത്തെ ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്തിരിക്കുന്നത് ഏത് സബ് ഷെല്ലിലേക്കാണെന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ഇത് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം. സോ ഒരിക്കൽ കൂടെ പറയാം, നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ വാലൻസ് ഇലക്ട്രോൺസ് എല്ലാം അവസാനിക്കുന്നത് അവയുടെ തന്നെ വാലൻസ് ഷെല്ലിലുള്ള എസ് സബ് ഷെല്ലിലേക്കായിരിക്കും. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സിൻ്റെ ബാക്കിയുള്ള പ്രോപ്പർട്ടീസിനെ കുറിച്ച് മനസ്സിലാക്കാം. അതായത് ഇവിടെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് എലമെന്റിന്റെ അഡ്രസ്സിനെയാണ്. അപ്പം നമുക്കൊരു എലമെന്റിന്റെ പേര് ലിഥിയം അല്ലെങ്കിൽ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം അല്ലെങ്കിൽ കാൽഷ്യം എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ ആ എലമെന്റ് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ എവിടെയാണ് കാണപ്പെടുന്നത്, അതായത് അതിനെ നമുക്ക് പറയാം എലമെന്റിന്റെ അഡ്രസ്സ് എന്ന് പറയാം. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എലമെന്റിന്റെ അഡ്രസ്സ് പറയാൻ പറ്റും. അപ്പോൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്, അവയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഡ്രസ്സ് എന്ന് പറയണമെങ്കിൽ 2 കാര്യങ്ങൾ നമ്മൾ അറിയണം. ഒന്ന്, നമ്മുടെ പർട്ടിക്കുലർ എലമെന്റിന്റെ പീരിയോഡിക് ടേബിളിലെ പീരീഡ് നമ്പർ എത്രയാണെന്ന് അറിയണം. 2, ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒരുപക്ഷെ ചോദിച്ചേക്കാം. അപ്പോൾ നമുക്കതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എസ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചാണ്. അവയുടെ ഗ്രൂപ്പ് നമ്പറും പീരീഡ് നമ്പറും എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് പ്രഡിക്ഷൻ ഓഫ് ഗ്രൂപ്പ് ആൻഡ് പീരീഡ് നമ്പർ എന്നൊരു ടോപ്പിക് നമ്മുടെ ടെക്സ്റ്റിൽ എടുക്കണം. ഓക്കെ, ഇനി നമുക്കറിയാം പീരീഡ് നമ്പർ ഇതൊരു ജനറൽ കൺസെപ്റ്റ് ആണ്. പീരീഡ് നമ്പർ ഓഫ് ആൻ എലമെന്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഇറ്റ്സ് വാലൻസ് ഷെൽ. ഓക്കെ, നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവിടുത്തെ വാലൻസ് ഷെല്ലിൻ്റെ നമ്പർ, ഹയസ്റ്റ് നമ്പർ എത്രയാണോ, ഔട്ടർ മോസ്റ്റ് ഷെൽ ഏതാണോ ആ ഷെല്ലിൻ്റെ നമ്പർ ആയിരിക്കും പീരീഡ് നമ്പർ. അപ്പോൾ നമുക്ക് പീരീഡ് നമ്പർ മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക. ആദ്യം എലമെന്റ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അവിടെ അവസാനത്തെ ഇലക്ട്രോൺ നമ്മൾ ഓരോ 1 by 1 ആയിട്ട് ഇലക്ട്രോൺസ് എല്ലാം എൻ്റർ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത് എത്രാമത്തെ ഷെല്ലിലേക്കാണോ ആ ഷെല്ലിൻ്റെ നമ്പർ ആയിരിക്കും അവിടുത്തെ പീരീഡ് നമ്പറായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചൊന്നും പഠിക്കാനുള്ള എല്ലാ ബ്ലോക്കിലും ഇത് കോമൺ ആയിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ടത് ഗ്രൂപ്പ് നമ്പറാണ്. നമുക്കറിയാം ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പുമാണ് നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്. ഇനി എസ് ബ്ലോക്ക് എലമെന്റ്സിൻ്റെ കാര്യത്തിൽ വേറെ ഒരു ചിന്തയും വേണ്ട. എസ് ബ്ലോക്ക് എലമെന്റ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ഗ്രൂപ്പ് നമ്പർ പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അവിടുത്തെ വാലൻസ് ഷെല്ലിൻ്റെ നമ്പറാണ് പീരീഡ് നമ്പർ എന്ന് ഞാൻ പറഞ്ഞു. അതിലുള്ള എസ് സബ് ഷെൽ,
ബാലൻസ് ഷെല്ലിലുള്ള എസ് സബ് ഷെൽ. ആ എസ് സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണോ ഉള്ളത് ആ ഇലക്ട്രോൺസിൻ്റെ എണ്ണമായിരിക്കും അവിടുത്തെ ഗ്രൂപ്പ് നമ്പറായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് 3-4 എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പരിശോധിച്ചിട്ട് അവയുടെ പീരീഡ് നമ്പറും ഗ്രൂപ്പ് നമ്പറും ഒന്ന് മനസ്സിലാക്കാം. ആദ്യമായിട്ട് ഞാൻ പറയുന്നു ലിഥിയത്തെക്കുറിച്ച്. ഓക്കെ, ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ് നമുക്കറിയാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഈ കാണുന്നുണ്ട്. സോ ഇവിടുത്തെ വാലൻസ് ഷെൽ എന്ന് പറയുന്നത് സെക്കൻഡ് ഷെല്ലാണ്, സെക്കൻഡ് പീരീഡ് ആണ്. കാണുന്നില്ലേ, ഫസ്റ്റ് പീരീഡ് ഇത് ഹൈഡ്രജൻ വരുന്നത്, ഹൈഡ്രജനും ഹീലിയവുമാണ് നമ്മുടെ ഫസ്റ്റ് പീരീഡ്. സെക്കൻഡ് പീരീഡിലാണ് ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ എന്ന് പറഞ്ഞ് പോകും. സോ ലിഥിയം വരുന്നത് സെക്കൻഡ് പീരീഡിലാണെന്നൊരു സംശയവുമില്ല. നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയുമ്പോൾ മനസ്സിലാക്കാം സെക്കൻഡ് പീരീഡ് ആണ്. സെക്കൻഡ് ഷെല്ലിലുള്ള എസ് സബ് ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺ പോയിരിക്കുന്നത്. എത്ര ഇലക്ട്രോൺ ഉണ്ട് ഇവിടെ? എത്ര ഇലക്ട്രോൺസ് ഉണ്ട് നമ്മുടെ സെക്കൻഡ് ഷെല്ലിൽ? ഒറ്റ ഇലക്ട്രോൺ മാത്രം. സോ ഇവിടെ 1 എന്ന് കാണാം. ഈ 1 ആണ് ലിഥിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ. അതായത് നമ്മൾ കാണുന്നുണ്ടല്ലോ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻ്റ് ആണ് ലിഥിയം. ഇനി നമ്മൾ അതേപോലെ സോഡിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുന്നില്ലേ ലാസ്റ്റ് ഇലക്ട്രോൺ പോയിരിക്കുന്നത് തേർഡ് ഷെല്ലിലുള്ള എസ് സബ് ഷെല്ലിലേക്കാണ്. ആ തേർഡ് ഷെൽ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? തേർഡ് പീരീഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. കാണുന്നില്ലേ, ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, ഇത് തേർഡ് പീരീഡ്. അതുപോലെ തന്നെ അതിലുള്ള എസ് സബ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ആ 1 ആണ് ഇവിടുത്തെ ഗ്രൂപ്പ് നമ്പർ. സോ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഏത് എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പരിശോധിച്ചാലും ഇതേ കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ എല്ലാം ബാലൻസ് എസ് സബ് ഷെല്ലിൽ ഒരൊറ്റ ഇലക്ട്രോൺ മാത്രമേ കാണുകയുള്ളൂ. ഇനി നമ്മൾ സെക്കൻഡ് എക്സാമ്പിൾ നോക്കിയിരിക്കുകയാണ്. ബെറിലിയമാണ് ആദ്യമായി തന്നിരിക്കുന്നത്. അറ്റോമിക് നമ്പർ 4 ആണ്. അപ്പോൾ ബെറിലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. 2 ആണ് ഇവിടുത്തെ വാലൻസ് ഷെല്ല്, അത് അതിൻ്റെ പീരീഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഷെല്ലിലുള്ള എസ് സബ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഈ 2 ആണ് S2, അത് എസിന് മുകളിൽ കാണുന്ന ഈ 2 ആണ്, അല്ലെങ്കിൽ എസ് സബ് ഷെല്ലിലുള്ള 2 ഇലക്ട്രോൺസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന 2 ആണ് ഇവിടുത്തെ ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ മെഗ്നീഷ്യം ആണെന്നുണ്ടെങ്കിലും ഇവിടെ കണ്ടില്ലേ 3s2 എന്ന് നമുക്ക് കാണാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എസ് ബ്ലോക്ക് എലമെൻസിൻ്റെ പീരീഡ് നമ്പർ എളുപ്പമാണ്. അവിടുത്തെ വാലൻസ് ഷെല്ലിൻ്റെ നമ്പർ നോക്കിയാൽ മതി. ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇതേ വാലൻസ് ഷെല്ലിലുള്ള എസ് സബ് ഷെൽ, എസ് ബ്ലോക്കിൻ്റെ കാര്യമാണെങ്കിൽ എസ് സബ് ഷെല്ലിലുള്ള എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ ആ ഇലക്ട്രോൺസിൻ്റെ എണ്ണമായിരിക്കും അവിടുത്തെ ഗ്രൂപ്പ് നമ്പറായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ എസ് ബ്ലോക്ക് എലമെൻസിൻ്റെ ചില ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കാം. പോയിന്റ്സ് ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓരോന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നു ഓൾ ഓഫ് ദീസ് ആർ മെറ്റൽസ്. നമ്മുടെ എസ് ബ്ലോക്ക് എലമെൻസിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇങ്ങനെയാണ്, എല്ലാം തന്നെ മെറ്റൽസ് ആണ്. ഫസ്റ്റ് ഗ്രൂപ്പിലും സെക്കൻഡ് ഗ്രൂപ്പിലും വരുന്ന എല്ലാ എലമെൻസും മെറ്റൽസ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നു ദീസ് ക്യാൻ ഫോം ആൽക്കലൈൻ സൊല്യൂഷൻസ് വിത്ത് വാട്ടർ. അപ്പോൾ ഒന്ന് പറഞ്ഞു മെറ്റൽസ് ആണ്, മാത്രവുമല്ല രണ്ടാമത്തെ പോയിന്റ് തന്നെ വിഗറസ്ലി, വളരെ പെട്ടെന്ന് വാട്ടറുമായിട്ട് ഇത് റിയാക്ട് ചെയ്യും. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എസ് ബ്ലോക്ക് എലമെൻസ് എല്ലാം തന്നെയും ആൽക്കലൈൻ സൊല്യൂഷൻസ് ആണ് നമുക്ക് തരിക. അസിഡിക് സൊല്യൂഷനെ കുറിച്ചും ആൽക്കലൈൻ സൊല്യൂഷനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്കറിയാം. സോ നമുക്ക് ആൽക്കലൈൻ സൊല്യൂഷൻസ് ഇവ തരും. ഇവ മെറ്റൽസും ആണ്, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആൽക്കലൈൻ സൊല്യൂഷൻസ് തരികയും ചെയ്യുന്നു. അതുകൊണ്ട് രണ്ടിനെയും നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്നും ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നും വിളിക്കും. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ്. സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഓക്കെ, അപ്പോൾ അതിലൊരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടെങ്കിലും ഞാൻ പറയുകയാണ്, സെക്കൻഡ് ഗ്രൂപ്പിൽ ബെറിലിയത്തെ നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് വിളിക്കില്ല. കാരണം ബെറിലിയത്തിൻ്റെ കോമ്പൗണ്ടുകൾ നമുക്ക് ആംഫോട്ടറിക് സൊല്യൂഷൻസ് ആണ് തരുന്നത്. ആംഫോട്ടറിക് സൊല്യൂഷൻ നിങ്ങൾക്കറിയാമല്ലോ, ആസിഡിക് സ്വഭാവം കാണിക്കും, ബേസിക് സ്വഭാവവും കാണിക്കും. സോ എങ്കിലും പൊതുവെ പറയുമ്പോൾ രണ്ട് ഗ്രൂപ്പിലുള്ള എലമെൻസും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ആൽക്കലൈൻ സൊല്യൂഷൻസ് തരുന്നത് കൊണ്ടാണ് ഇവയെ ആൽക്കലി മെറ്റൽസ് എന്നും ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നും വിളിക്കുന്നത്. പിന്നെ പറഞ്ഞു മെറ്റൽസ് ആണ്. ഓക്കെ, അവയുടെ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 1ഉം 2ഉം വീതമാണ്. മെറ്റൽസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഇലക്ട്രോ പോസിറ്റീവ് നേച്ചർ എന്ന് പറയുന്നത്. അതായത് ദീസ് ആർ ഹാവിങ് എ ഹയർ ടെൻഡൻസി ടു റിലീസ് ദെയർ വാലൻസ് ഇലക്ട്രോൺസ് ആൻഡ് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ ബോണ്ടിങ് വെരി ഈസിലി. ഓക്കെ, ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് എലമെൻസ് ആണ്. ഇലക്ട്രോ പോസിറ്റീവ് എലമെൻസിനുള്ളൊരു പ്രത്യേകതയാണ് അയണൈസേഷൻ എൻതാൽപ്പി വളരെ കുറവായിരിക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇവയുടെ വാലൻസ് ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്ത് കളയാം. നമുക്കറിയാമല്ലോ അയണൈസേഷൻ എൻതാൽപ്പി എന്താ? ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിലീസ് ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം. ഓക്കെ, ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട മിനിമം എമൗണ്ട് ഓഫ് എനർജി നമ്മൾ വിളിക്കുന്ന പേരാണ് അയണൈസേഷൻ എൻതാൽപ്പി. സോ നമ്മുടെ എസ് ബ്ലോക്ക് എലമെൻസിന് പൊതുവെ അയണൈസേഷൻ എൻതാൽപ്പി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതിൽ തന്നെയും നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻസിന് S2 കോൺഫിഗറേഷൻ ആണ്, കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അതുകൊണ്ട് ഫസ്റ്റ് ഗ്രൂപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിന് അയണൈസേഷൻ എൻതാൽപ്പി കുറച്ച് കൂടുതലായിരിക്കും. ദീസ് ആർ വെരി റിയാക്റ്റീവ്. അയണൈസേഷൻ എൻതാൽപ്പി കുറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല, ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും. ദെയർ ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. അതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആൽക്കലി മെറ്റൽസ് എന്നും ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നും പറഞ്ഞു. അപ്പോൾ ഈ മെറ്റൽസ് നേരിട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ആൽക്കലൈൻ സൊല്യൂഷൻസ് തരുന്നതുമുണ്ട്. അതുപോലെ തന്നെ ഇവയുടെ കോമ്പൗണ്ടുകളും എന്ത് ചെയ്യും? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് ആൽക്കലൈൻ സൊല്യൂഷൻസ് തരുന്നുണ്ട്.
അടുത്തത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ +1 അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ +2 എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആണ് കാണിക്കുക. ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് നമുക്കറിയാം, ഒരു ആറ്റം ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ റിലീസ് ചെയ്യുന്നതോ ആക്സെപ്റ്റ് ചെയ്യുന്നതോ ആയ ഇലക്ട്രോൺസിന്റെ എണ്ണത്തെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ് ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ അതിൻ്റെ ചാർജ് കൊടുത്തുകൊണ്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൈനസ് ചാർജ് കൊടുത്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യും. റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലസ് ചാർജ് കൊടുത്ത് റെപ്രസെന്റ് ചെയ്യും എലമെന്റിന്റെ മുകളിലായിട്ട്. സോ നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വാലൻസ് ഷെല്ലിൽ ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ, S1 ആണ്, NS1 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഇലക്ട്രോണിനെ മാത്രമേ ഇവയ്ക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആയ ആൽക്കലി മെറ്റൽസ് എല്ലായ്പ്പോഴും +1 എന്ന് പറയുന്ന ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുക. അതേസമയം സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ വാലൻസ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 2 ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റും? അവയ്ക്ക് റിലീസ് ചെയ്തുകൊണ്ട് റിയാക്ഷൻസിൽ പങ്കെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും +2 ആയിരിക്കും. ബാക്കിയുള്ള എലമെന്റ്സ് പോലെയല്ല. ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കുമ്പോൾ പല എലമെന്റ്സും വേരിയബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്നതായിട്ട് മനസ്സിലാക്കും. പക്ഷേ എസ് ബ്ലോക്ക് എലമെന്റ്സ് അങ്ങനെയല്ല. അവയ്ക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ സാധിക്കും. +1 ആൻഡ് +2. ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ +1, സെക്കൻഡ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഇവ കാണിക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് എലമെന്റ്സ് 2 പേരുണ്ട് എസ് ബ്ലോക്കിൽ. ഫസ്റ്റ് ഗ്രൂപ്പിലാണെങ്കിൽ ഫ്രാൻസിയം ഉണ്ട്, സെക്കൻഡ് ഗ്രൂപ്പിൽ റേഡിയം ഉണ്ട്, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇവയ്ക്കൊരു പ്രത്യേകതയുണ്ട്. പൊതുവെ ഈ 2 എലമെന്റ്സും റേഡിയോ ആക്റ്റീവ് ആണ്. അപ്പോൾ നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കാര്യം മാത്രമല്ല, നമ്മുടെ 7th പീരീഡിൽ വരുന്ന മിക്കവാറും എല്ലാ എലമെന്റ്സും റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ്. അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന 2 പേരാണ് ഫ്രാൻസിയം അതുപോലെ തന്നെ റേഡിയം. ഇതിൽ ഫ്രാൻസിയത്തിൻ്റെ പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ റേഡിയോ ആക്റ്റീവ് ലിക്വിഡ് മെറ്റൽ. ലിക്വിഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റൽ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് ഫ്രാൻസിയം. മാത്രവുമല്ല ഫ്രാൻസിയത്തിനാണ് ഏറ്റവും കുറഞ്ഞ ഹാഫ് ലൈഫ് പീരീഡ് ഉള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, റേഡിയോ ആക്റ്റീവ് എലമെന്റ്സിനെ സംബന്ധിച്ച് ഹാഫ് ലൈഫ് പീരീഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. സോ ഏറ്റവും കുറഞ്ഞ ഹാഫ് ലൈഫ് പീരീഡോട് കൂടിയ ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ് നമ്മുടെ ഫ്രാൻസിയം. 21 മിനിറ്റ്സ് ആണ് ഫ്രാൻസിയത്തിന്റെ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ റേഡിയം നമുക്കറിയാം ക്യാൻസർ ട്രീറ്റ്മെന്റ് പോലുള്ള രംഗങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രാൻസിയവും റേഡിയോവും റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണെന്ന് ഓർക്കണം. എസ് ബ്ലോക്കിൽ വരുന്ന 2 റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ് ഫ്രാൻസിയവും റേഡിയോവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സുമായി ബന്ധപ്പെട്ട് ഈ ഒരു ലെവലിൽ, അതായത് 10ാം ക്ലാസ് ലെവലിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം. എസ് ബ്ലോക്ക് എലമെന്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ പ്രത്യേകതയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണം. എക്സാംസിന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമതായി നമ്മൾ പറഞ്ഞത് പീരിയോഡിക് ടേബിളിലുള്ള എലമെന്റ്സിനെ 4 ബ്ലോക്കുകളായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എസ് ബ്ലോക്ക്, ടി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. ഓക്കെ, ഇനി അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വാലൻസ് ഇലക്ട്രോൺസ് അവസാനിക്കുന്നത് വാലൻസ് ഷെല്ലിലെ എസ് സബ് ഷെല്ലിലേക്കായിരിക്കും. ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സുമാണ് എസ് ബ്ലോക്കിൽ വരുന്നത്. എല്ലാം തന്നെ മെറ്റൽസ് ആണ്. അവയുടെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് രണ്ടാമത്തെ ബ്ലോക്കിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് നമ്മൾ വിളിക്കും. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.